ദീപാവലിയായിട്ട് അമ്പലത്തിൽ പോകാനാണ് ഞങ്ങളുടെ പ്ലാനിങ്. പക്ഷേ വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ട് തന്നെ മോർണിംഗ് പോകാൻ പറ്റത്തില്ല. അങ്ങനെ ചേച്ചി ഡ്യൂട്ടിക്ക് പോയിട്ട് ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ വൈകിട്ട് അമ്പലത്തിലെത്തിയപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ചയാണ് ഇത്. നല്ല തിരക്കായിരുന്നു. വർക്കിംഗ് ഡേ ആയിട്ട് തന്നെയും ഇത്രയും തിരക്കുണ്ടായിരുന്നു. ബർദുബയിലുള്ള അമ്പലത്തിലാണ് നമ്മൾ പോയത്. ഇവിടുത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടെ പ്രത്യേക ദിവസങ്ങളിൽ ആ ഓരോരു തീം അനുസരിച്ചിട്ട് ഇവിടുത്തെ പൂജാ ഹാള് ഇവർ ഡെക്കറേറ്റ് ചെയ്യാണ്ട് അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. മാത്രമല്ല അതിന് നല്ല ഒറിജിനാലിറ്റിയും ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ അമ്പല ദർശനം കഴിഞ്ഞ് പ്രസാദം വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് ഫയർ വർക്ക്സ് കാണാനാണ്. കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാടിനെ അപേക്ഷിച്ചിട്ട് ഇവിടെയാണ് കൂടുതൽ ആഘോഷം ഞാൻ കണ്ടത്. എല്ലാവരും അമ്പലത്തിൽ വന്നിട്ട് പടക്കമൊക്കെ പൊട്ടിക്കും. പിന്നെ ഓരോരോ ഭാഗത്തായിട്ട് പാർക്കിങ്ങിലായിട്ട് ഓരോരോ ആൾക്കാർ പടക്കം പൊട്ടിക്കുന്നുണ്ട്. പിന്നെ വെറൈറ്റിയാണ്. ഇവിടുത്തെ നമ്മുടെ നാട്ടിലുള്ള പോലെയുള്ള പമ്പരം ഒന്നുമല്ല. ഇവിടുത്തെ പമ്പരം മേലോട്ടാണ് പോകുന്നത്. നമ്മുടെ നാട്ടിൽ ഈ പമ്പരം താഴെ മാത്രമേ കറങ്ങാറുള്ളൂ. അപ്പോൾ ഇത് ഏത് ദിശയിലേക്കാണ് വരുന്നതെന്ന് ഒരു പ്രതീക്ഷയുമില്ല. എപ്പോഴും ആരുടെ അടുത്തേക്കും വരാം. അങ്ങനെ പേടിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്നത്. വെടി പൊട്ടിക്കുന്നത് കാണാൻ പോയാൽ ഞങ്ങൾക്കും കിട്ടി അവിടെ നിന്ന് കമ്പിത്തിരിയും കുറച്ച് പടക്കങ്ങൾ. അങ്ങനെ കമ്പിത്തിരിയൊക്കെ കത്തിച്ചിട്ട് ആദ്യം ഇവർ രണ്ടാളും ചെറുതായിട്ട് പേടിച്ചു. പിന്നെ അവസാനം ആയപ്പോഴത്തേക്കും അമ്മയും അച്ഛൻ അങ്ങോട്ട് മാറി നിന്നോ, ഞങ്ങൾ അങ്ങ് ചെയ്തോളാന്നുള്ളതായി ഇവർ രണ്ടാളും. അങ്ങനെ കുറച്ച് കമ്പിത്തിരിയൊക്കെ കത്തിച്ചിട്ട് ഇവിടുന്ന് വേറെ സ്പോട്ടിലേക്ക് പോയി. ഒരു പാർക്കിങ്ങിലേക്കാണ് പോയത്. അത് എംപ്റ്റി പാർക്കിംഗ് ആണ്, ആരും പാർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ കുറേ ആൾക്കാർ പടക്കം പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് വെറൈറ്റി ഓഫ് പമ്പരം, പൂക്കുറ്റി അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്കാണ്. അവിടെ പോകുന്ന വഴിക്കും നമുക്ക് കുറച്ച് പടക്കം കിട്ടി. അത് നല്ലൊരു പടക്കമാണ്. എന്ന് വെച്ചാൽ കുട്ടികൾക്കും പേടിക്കാണ്ട് പൊട്ടിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് പടക്കമാണ്. അങ്ങനെ സിയയും ഋഷിയും ഒക്കെ അതൊക്കെ പൊട്ടിച്ചിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ പൊട്ടിക്കുന്ന പടക്കവും കമ്പിത്തിരി എന്തും ആയിക്കോട്ടെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടല്ല, എല്ലാം ഓസിയാണ് നമ്മൾക്ക്. ഇതാ ഈ കാണുന്നതാണ് കുട്ടികൾക്ക് പൊട്ടിക്കാൻ പറ്റിയ പടക്കം. ഇത് നിങ്ങൾ നിലത്തെറിഞ്ഞാൽ മതി, പട്ടപ്പട്ടേന്ന് സൗണ്ട് വരും. നല്ലൊരു വെറൈറ്റിയാണ്. വെറൈറ്റിയിലുപരി സേഫ്റ്റിയും കൂടിയാണ്. കണ്ടോ സന്തോഷം കണ്ടോ രണ്ടാളുടെയും. ഒത്തൊരുമയാണെങ്കിൽ അങ്ങേ അറ്റം. വീട്ടിലെത്തിയാൽ കാണാം ഈ ഒത്തൊരുമയൊക്കെ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും ടാറ്റാ ബൈ ബൈ, ലവ് യു ഗൈസ്.